ഹായ് മക്കളെ, വെൽക്കം ടു എഡ്യൂപോട്ട്. എടാ, CBSE +1 പഠിക്കുന്ന മക്കൾക്കായിട്ടുള്ളതാണ് ഈ വീഡിയോ. എടാ, നമ്മൾ പറയാൻ പോകുന്ന കാര്യം CBSEയിലെ +1 കെമിസ്ട്രിയിൽ മക്കൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ +1 കെമിസ്ട്രിയിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണോ മക്കൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇയർ മൊത്തത്തിൽ നിങ്ങൾ എങ്ങനെ +1 കെമിസ്ട്രി CBSE പഠിക്കണം, ഏത് ഓർഡറിൽ പഠിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മക്കളെ, നിങ്ങൾ ആദ്യം ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റിലെ ചാപ്റ്റേഴ്സിനെ കുറിച്ച് അറിയണം. ചാപ്റ്റേഴ്സിനെ കുറിച്ച് വെറുതെ അറിഞ്ഞാൽ പോരാ, ചാപ്റ്റേഴ്സ് ഏത് ലെവലിലുള്ള ചാപ്റ്റർ ആണ്, ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്താണ്, ആ ചാപ്റ്റർ പഠിച്ചാൽ എത്ര മാർക്ക് എനിക്ക് കിട്ടും എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് മക്കളെ ഞാൻ 3 ക്ലാസിഫൈ ചെയ്യുന്നു: ഈസി, മോഡറേറ്റ്, ഹാർഡ്. മക്കൾ, ഈ ഹാർഡ് കണ്ടിട്ട് ഇതെല്ലാവർക്കും ഹാർഡ് ആവണമെന്നല്ല പറഞ്ഞത്. ഈ മോഡറേറ്റ് കണ്ടിട്ട് ഇതെല്ലാവർക്കും മോഡറേറ്റ് ആണ് എന്നുള്ളതല്ല. മക്കളൊന്ന് അറിഞ്ഞിരിക്കുക, സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, റിഡോക്സ് റിയാക്ഷൻ ഒക്കെ വളരെ സിമ്പിളായ ചാപ്റ്ററാണ്. ചെറിയ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. പെട്ടെന്ന് പഠിച്ചെടുത്ത് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 3 ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം മക്കൾ ഇതിന് പ്രയോറിറ്റി കൊടുത്ത് പെട്ടെന്ന് പഠിക്കുക. ഓക്കെ. 2, മോഡറേറ്റ് എന്ന് പറയുകയാണെങ്കിലും ഇത് ചില ആളുകൾക്ക് ടഫായിരിക്കും. സ്ട്രക്ചർ ഓഫ് ആറ്റം, ഇക്വിലിബ്രിയം ഒക്കെ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാലും എളുപ്പമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഹാർഡെന്ന് എഴുതിയത് കൊണ്ട് അത് ഭയങ്കര ടഫാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പക്ഷേ വെയിറ്റേജ് കൂടുതലും അതുപോലെ തന്നെ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. അത് അത്യാവശ്യം പഠിക്കാനുണ്ട്, ഡീപ്പാണ്, ഒരുപാട് കണ്ടന്റ് വരുന്ന ഒരു ചാപ്റ്റർ. അപ്പോൾ അത് ഞാൻ അതുകൊണ്ടാണ് അവിടെ ഹാർഡ് എന്നുള്ള ഓപ്ഷനിൽ അത് ഇട്ടത്. കുറേ കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഞാനത് ഹാർഡ് ആക്കി ഇട്ടു എന്നുള്ളതാണ്. ഇനി തെർമോഡൈനാമിക്സ് അതെന്തുകൊണ്ടാണ് ഹാർഡിൽ ഇട്ടെന്ന് ചോദിച്ചാൽ, ഇത്രയും കാലം നിങ്ങൾ പഠിക്കാത്ത ഒരു ഫ്രഷ് കണ്ടന്റാണ് തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ പുതിയ ഒരു കണ്ടന്റ് പഠിക്കുന്ന ചാപ്റ്റർ ആയതുകൊണ്ടാണ് സാർ അത് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സും ഹൈഡ്രോ കാർബൺസും, ഈ 4 ചാപ്റ്റർ. അതായത് ഓർഗാനിക് പൊതുവെ എല്ലാ കുട്ടികൾക്കും ടഫാണെന്നല്ല, ഒരു ചെറിയ ബുദ്ധിമുട്ട് വരാറുണ്ട്. ലാസ്റ്റ് പഠിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ചില കുട്ടികൾക്ക് കുറച്ച് ടഫായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സാർ അത് ഹാർഡിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഓർഗാനിക് കെമിസ്ട്രിയിലെ 2 ചാപ്റ്ററല്ലേ ഉള്ളൂ, അത് പഠിക്കാതിരിക്കുക അങ്ങനെ പറ്റൂല. കാരണം ഓർഗാനിക് കെമിസ്ട്രിക്ക് നല്ല വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. അതുപോലെ തന്നെ 2ാമത്തെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റർ ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഇതിലൊക്കെ നന്നായിട്ട് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പഠിക്കണം. ഓർഗാനിക് കെമിസ്ട്രി വിട്ട് കളയാൻ പറ്റൂല. പിന്നെ ഒരു പ്രശ്നം കൂടി ഉണ്ടടാ, +1 നിങ്ങൾ ഈ പഠിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രിയുടെ കണ്ടിന്യൂവേഷൻ ആണ് +2 വരുന്നത്. +2 നമുക്ക് 5 ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റർ ഉണ്ട്. ഇവിടെ 2 എണ്ണല്ലേ ഉള്ളൂ, +2 അത് 5 എണ്ണം. ആ 5 എണ്ണത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് +1 ഓർഗാനിക് കെമിസ്ട്രിയാണ്. അപ്പോൾ +1 ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചാലേ ബാക്കി 5 എണ്ണം +2 നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഓർഗാനിക് കെമിസ്ട്രി ആണ് നിസ്സാരമാക്കി കാണരുത്, അത് പഠിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി മക്കളെ, നിങ്ങൾ ഏതൊരു സബ്ജക്റ്റ്, ഇപ്പോൾ കെമിസ്ട്രിനെ കുറിച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്, എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. PYQസിന് നിങ്ങൾ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റും. അപ്പം PYQ ചെയ്യുക എന്നുള്ളത് മക്കൾ അഡാപ്റ്റ് ആക്കേണ്ട ഒരു മെത്തേഡാണ്. പിന്നെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം റിവിഷനാണ്. എടാ, വീക്ക്ലി 1 തവണയെങ്കിലും നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യണം. വീക്ക്ലി 1 തവണയെങ്കിലും നിങ്ങൾ റിവിഷൻ നടത്തിയിരിക്കണം. പഠിച്ച കാര്യങ്ങൾ 1 തവണ റിവൈസ് ചെയ്യൽ നിർബന്ധം. ഒരാൾക്കും പഠിച്ച കാര്യങ്ങൾ എന്നും ഓർമ്മയിൽ ഉണ്ടാവുന്നില്ല, പക്ഷേ അത് റിവൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മക്കളെ, കൺസെപ്ച്വൽ ക്ലാരിറ്റി, അതായത് കൺസെപ്റ്റ്സ് NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ച് വായിച്ച് തന്നെ പഠിക്കണം. എക്സാമിന് വരുന്ന കുറേ ഏരിയസ് ഉണ്ടാവും, അത് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അത് മാത്രമല്ല, ഓരോ കണ്ടന്റും CBSE എക്സാമിന് മക്കൾ നോക്കിയാൽ മനസ്സിലാവുന്നൊരു കാര്യം എന്താ അറിയോ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീപ്പായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കൺസെപ്റ്റ് നല്ല ക്ലാരിറ്റി വേണം. ഇനി അല്ല, നിങ്ങളിതൊക്കെ കഴിഞ്ഞ് എൻട്രൻസ് എഴുതാൻ പോകുമ്പോഴും മക്കൾക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കിലുമുള്ള കൺസെപ്റ്റ് NCERT വെച്ച് മക്കൾ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കും.
പഠിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റ്സ് NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗൈഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. എന്തിനാ ഈ ക്വസ്റ്റ്യൻ ബാങ്കും ഗൈഡൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്? എക്സ്ട്രാ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ കണ്ടന്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കും ഗൈഡുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതൊന്നും തെറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പഠനം, പ്രോപ്പറായിട്ടുള്ള റിവൈസ് ചെയ്തിട്ടുള്ള ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കിയിട്ടുള്ള പഠനമാണ് നമുക്ക് കെമിസ്ട്രിയിൽ ആവശ്യം. ഓക്കെ, ഇനി ചാപ്റ്റർ, ഏറ്റവും വലിയ ചാപ്റ്റർ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. ഒരുപാട് ക്വസ്റ്റ്യൻ വരും, പക്ഷേ ഈസിയാണ്, മക്കൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. തിയററ്റിക്കൽ ചാപ്റ്ററാണ്. ന്യൂമറിക്കൽസ് ഉണ്ട്, പക്ഷെ കുറവാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ആ ചാപ്റ്ററൊക്കെ പഠിക്കണം. ഈ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് കെമിസ്ട്രിയിൽ നമുക്ക് ആവശ്യം. റിയാക്ഷൻസ് ഉണ്ട്, നമ്മളത് കണ്ടിട്ട് ടെൻഷൻ ആവരുത്. അത് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ വെച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. എങ്ങനെ പഠിക്കണം, ഏത് ലെവലിൽ ക്ലാസ്സുകൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഏത് ലെവലിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരുമ്പോൾ മക്കളെ അടിപൊളിയായിട്ട് ഈ വർഷം പ്ലാൻ ചെയ്ത് തന്നെ മക്കൾ മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഒരിക്കലും ഒരു ടെൻഷനും വേണ്ട. 10th കഴിഞ്ഞു, +1 ആയി, ഒരുപാട് കണ്ടന്റ് ഉണ്ട് സാർ, എനിക്ക് പേടി, അങ്ങനെയൊന്നുമില്ല. ഏത് ആൾക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മക്കൾ ആ രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെയാണ്, സെറ്റാക്കി തന്നെ ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങി പ്രോപ്പറായ പ്ലാനിങ്ങിൽ മുന്നോട്ട് പോകുക.